പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഫാരോസ് ബൈബിൾ സ്കൂളിൻ്റെ ദി ആർട്ട് ഓഫ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന കോഴ്സിൻ്റെ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് നാം ചേർന്ന് ഒരുമിച്ച് പഠിക്കുവാൻ ഇടയായി തീർന്നല്ലോ. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. അനുഗ്രഹമായി എന്നറിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രണ്ടാമത്തെ അതിനോട് ചേർന്ന് നാം പഠിക്കുന്നതായ വിഷയം സെർവൻ്റ് ലീഡർഷിപ്പ് എന്നുള്ള വിഷയമാണ്. സെർവൻ്റ് ലീഡർഷിപ്പ് എന്ന വിഷയം നാം ഒരുമിച്ച് ചേർന്ന് പഠിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാച്ചുറൽ ലീഡർഷിപ്പ്, ബിബ്ലിക്കൽ ലീഡർഷിപ്പ്, അതായത് സ്പിരിച്വൽ ലീഡർഷിപ്പ് തമ്മിലുള്ള വ്യത്യാസത്തെ ഞാൻ അല്പമായി പറയുവാനിടയായി തീർന്നു. ലോകത്തിലുള്ള നേതാക്കന്മാർ അവരുടെ സ്വന്തം ബുദ്ധിയിൽ സ്വന്തം കാര്യങ്ങൾക്കായി സ്വന്തമായ അവരുടെ ആശയങ്ങളും അവരുടെ സ്ട്രാറ്റജിയും പ്രയോഗിക്കുമ്പോൾ ഒരു സ്പിരിച്വൽ ലീഡർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടുകൂടെ ദൈവത്തിനായി ജനത്തെ നയിക്കുന്നതാണ്, ദൈവരാജ്യത്തിനു വേണ്ടി കാര്യങ്ങളെ ചെയ്യുന്നതാണ് ആ സ്പിരിച്വൽ ലീഡർഷിപ്പിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇന്ന് അതിനോട് ചേർന്ന് നാം പഠിക്കുന്ന സെർവൻ്റ് ലീഡർഷിപ്പ് എന്ന വിഷയം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മെ എല്ലാവരെയും കർത്താവ് ഈ ലോകത്തിൽ മറ്റുള്ളവരെ സെർവ് ചെയ്യുവാൻ ദൈവം ആക്കി വച്ചിരിക്കുന്ന വിശ്വസ്ത ദാസന്മാരാണ്. നാം ദൈവത്തെ സേവിക്കണം, അതോടൊപ്പം തന്നെ നാം മറ്റുള്ളവരെയും സേവിക്കണം. സർവീസ് ടു ഗോഡ് ആൻഡ് സർവീസ് ടു അതേഴ്സ്. നാം ദൈവത്തെ സേവിക്കാൻ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സേവിക്കുവാനും അവരെ കർത്താവിലേക്ക് നടത്തുവാൻ, ദൈവരാജ്യത്തിലേക്ക് നടത്തുവാനും, സ്നേഹത്തിൽ അവരെ നടത്തുവാനും വിളിക്കപ്പെട്ടവരാണ്. സെർവൻ്റ് ലീഡർഷിപ്പ് എന്ന വിഷയം, അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്, ആ സെർവൻ്റ് ലീഡർഷിപ്പിലൂടെ നമ്മിൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിൻ്റെ ദാസന്മാരായി, മറ്റുള്ളവർക്ക് ദാസന്മാരായി, നമ്മുടെ സർവീസിലൂടെ, നമ്മുടെ സേവനങ്ങളിലൂടെ ഒരു സെർവൻ്റ് ലീഡർഷിപ്പ് നായകത്വ ശുശ്രൂഷ, നേതൃത്വ ശുശ്രൂഷ നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായിരിക്കണം. സെർവൻ്റ് ലീഡേഴ്സ് അവർ സമൂഹത്തിലും സഭയിലും ദൈവരാജ്യത്തിലും വലിയ സമൂലമായ മാറ്റങ്ങൾ വരുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതിന് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സേവനത്തിലൂടെ മറ്റുള്ളവരെ കർത്താവിലേക്ക്, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നടത്തുമ്പോൾ വലിയ മാറ്റങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകും. അങ്ങനെ സമൂഹത്തിൽ, സഭയിൽ, ദൈവരാജ്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയായിത്തീരും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ലീഡർഷിപ്പ് എന്നത് മറ്റുള്ളവരെ സ്വാധീനിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം, ഒരു അർത്ഥം നാം കാട്ടിക്കൊടുക്കുകയും അവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും നയിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലോകത്തിലെ നേതാക്കന്മാർ അവർ തങ്ങളുടെ സ്വാർത്ഥ ചിന്താഗതിയിൽ നിന്ന്, അവരുടെ സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്വാർത്ഥമായ ചിന്താഗതിയിൽ നിന്ന്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ സ്വന്തം ബലത്തിലും കഴിവിലും അവരുടെ അധികാരത്തിലും അവരുടെ
പണത്തിലും ഒക്കെ അവരുടെ ആൾബലത്തിലുമൊക്കെ അവരാശ്രയിക്കുമ്പോൾ ഒരു ക്രിസ്തീയ നേതാവ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടുകൂടെ ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ, ശുശ്രൂഷകൾ ചെയ്യുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. സെർവന്റ് ലീഡർഷിപ്പിൻ്റെ ഡെഫിനിഷൻ റോബർട്ട് കെ ഗ്രീൻലീഫ് എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: എ സെർവന്റ് ലീഡർ ഈസ് എ പേഴ്സൺ ഹു മോഡൽസ് ലീഡർഷിപ്പ് ത്രൂ സർവീസ്. ആരാണ് ഒരു സെർവന്റ് ലീഡർ? സെർവന്റ് ലീഡർ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി സർവീസിലൂടെ, സേവനത്തിലൂടെ ഈ ദാസത്വ മനോഭാവം, ഈ സെർവന്റ് ലീഡർഷിപ്പ് വരച്ചു കാട്ടുന്ന, തെളിയിക്കുന്ന വ്യക്തിയാണ്. യേശു കർത്താവാണ് സെർവന്റ് ലീഡർഷിപ്പിൻ്റെ ഉദാത്തമായ ഒരു മാതൃക എന്ന് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 44-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. നോക്കുക, സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് സർവസൃഷ്ടിതാവായ ദൈവം മനുഷ്യൻ്റെ വേഷം എടുത്ത് ഈ ഭൂമിയിലേക്ക് മനുഷ്യന് ശുശ്രൂഷ ചെയ്യുവാൻ ഇറങ്ങി, ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഇന്നുള്ള പല നേതാക്കന്മാരും, അത് ലോകത്തിലുള്ള നേതാക്കന്മാരായാലും സഭാ നേതാക്കന്മാരും ആത്മീക നേതാക്കന്മാരും ആയാലും, അവർക്ക് നേതൃത്വ ശുശ്രൂഷ ലഭിച്ചു കഴിയുമ്പോൾ, അധികാരം ലഭിച്ചു കഴിയുമ്പോൾ പലരും മറ്റുള്ളവരെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ മറന്നുപോകുന്ന യേശുവിൻ്റെ ഉദാത്തമായ മാതൃക, യേശു ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ശിഷ്യന്മാരുടെ ഇടയിൽ ആരാണ് അവരിൽ വലിയവൻ എന്നൊരു തർക്കം നടക്കുമ്പോൾ യേശു പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യേശു പറഞ്ഞു, നിങ്ങളിൽ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. നോക്കുക, എത്ര വലിയ ഒരു ഉദാത്തമായ മാതൃകയാണ് യേശു നമുക്ക് വരച്ചു കാട്ടിയത്, നമുക്ക് തെളിയിച്ചു തന്നത്. യേശു കർത്താവ് കാണിച്ച ആ പാതയിൽ നമുക്കും പിന്തുടരുവാൻ കഴിയുമെങ്കിൽ, അതിനെ നമുക്ക് ചെയ്യുവാൻ കഴിയുമെങ്കിൽ, നാം യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ നേതാവായി, ക്രിസ്തുവിൻ്റെ ദാസനായി, ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായി, അനേകരെ സേവിക്കുന്നവരായി, സഹായിക്കുന്നവരായി, അനേകരെ ദൈവരാജ്യത്തിലേക്ക് നടത്തുന്നവരായി തീരുവാൻ നമുക്ക് കഴിയും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യവും 7-ാം വാക്യവും വായിക്കുമ്പോൾ യേശുവിൻ്റെ മനോഭാവം, യേശു കാണിച്ചു തന്ന മാതൃക വ്യക്തമായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. 5 മുതൽ വായിക്കുമ്പോൾ, ക്രിസ്തുയേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. അതുകൊണ്ട്
ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലത്തിനും മേലായ നാമം നൽകി. ഇവിടെ നാം കാണുന്നത് യേശുവിൻ്റെ മനോഭാവം, യേശുവിൻ്റെ ദാസ്വത്വ മനോഭാവം, സെർവൻ ലീഡർഷിപ്പ്, അതിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് കാണുവാൻ കഴിയുന്നത്. യേശു തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ട് പിതാവായ ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഈ ശുശ്രൂഷയുടെ, ഈ നേതൃത്വ ശുശ്രൂഷയുടെ, സെർവൻ ലീഡർഷിപ്പിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നാം എത്രത്തോളം നമ്മെ മറ്റുള്ളവർക്ക് ദാസരാക്കുമോ താഴ്ത്തുമോ അത്രത്തോളം ദൈവം നമ്മെ ഉയർത്തി മാനിക്കുവാനിടയായിത്തീരും. നാം എത്രത്തോളം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നാം ദാസന്മാരെ പോലെ നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ, ദൈവം നമ്മെ അത്രത്തോളം ഉയർത്തി മാനിക്കുവാൻ ഇടയായിത്തീരും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. ഇവിടെ യേശു കാണിച്ച ഈ മനോഭാവം അല്ലെങ്കിൽ ചെയ്ത ഈ ശുശ്രൂഷയെ ഗ്രീക്ക് പദത്തിൽ കെനോസിസ് എന്ന് കാണുവാൻ കഴിയുന്നു. കെനോസിസ്, ആ പദത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു മാതൃകയാണ് കെനോട്ടിക് ലീഡർഷിപ്പ് മോഡൽ എന്ന് പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞ വാക്കുകൾ നാം കേൾക്കുവാനിടയായി. നിങ്ങളിൽ വലിയവനാകുവാൻ, ശ്രേഷ്ഠനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം മറ്റുള്ളവർക്ക് ദാസനാകണം. തൻ്റെ ശിഷ്യന്മാർക്ക് യേശു കാണിച്ചു കൊടുത്ത മാതൃക, ശിഷ്യന്മാർക്ക് മാത്രമല്ല, ഇന്നുള്ള സഭയ്ക്ക്, നേതൃത്വ നിരയിലുള്ളവർക്ക്, ക്രിസ്തു ശിഷ്യന്മാർക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക ഇതാണ്. ഈ ലോകത്തിൽ ഉള്ളവരെ പോലെ അവരെ അനുകരിക്കുവാനും അവരെ പോലെ പ്രവർത്തിക്കുവാനും അധികാര പരിധി ഉപയോഗിച്ച്, പദവി ഉപയോഗിച്ച് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാനും അടിച്ചമർത്തുവാനുമല്ല ക്രിസ്തീയ നേതാക്കന്മാരെ ദൈവം വിളിച്ചിരിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ മനോഭാവത്തിനെതിരാണ്. ബിബ്ലിക്കൽ മോഡൽ ഓഫ് ലീഡർഷിപ്പിന്, സെർവൻ ലീഡർഷിപ്പിന് എതിരാണ്. ഈ സെർവൻ ലീഡർഷിപ്പിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതൊരു സെക്യൂരിറ്റിയിൽ, ഒരു ഉറപ്പിൽ അടിസ്ഥാനമാണ്. ഏതാണ് ആ ഉറപ്പ്? ആ ഉറപ്പ് എന്ന് പറയുന്നത് ഈ വാക്യം, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളാണ്. 7 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനിടയായി തീർന്നു. അവൻ ടവലെടുത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു മാതൃക എന്ന വണ്ണം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ തുടങ്ങി. ശിഷ്യന്മാരുടെ കാല് കഴുകി വന്നപ്പോൾ പത്രോസ് അവനെ വിലക്കി. ഇല്ല കർത്താവേ, ഞാൻ നിന്റെ കാൽ കഴുകണം, നീ എൻ്റെ കാൽ കഴുകുവാൻ ഞാൻ ഒട്ടും യോഗ്യതയുള്ളവനല്ല, എന്നെ മുഴുവനുമായി കഴുകണമേ എന്ന് പത്രോസ് യേശുവിനോട് പറയുകയാണ്. യേശു പത്രോസിൻ്റെ കാൽ കഴുകി. യേശുവിന് തീർച്ചയായും അറിയാമായിരുന്നു, ഇതേ പത്രോസ് തന്നെ ക്രൂശീകരണ സമയത്ത് യേശുവിനെ, സ്വന്തം നാഥനെ, അരുമനാഥനെ, യേശു കർത്താവിനെ കൂടെ ഒപ്പം കൊണ്ടു നടന്ന യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന്. എന്നിട്ടും യേശു പത്രോസിൻ്റെ കാൽ കഴുകി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഐ ആം ഇൻ ദ ഫാദർ ആൻഡ് ദ ഫാദർ ഈസ് ഇൻ മീ. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു. അവൻ
യേശു കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകിയെങ്കിലും, തന്നെത്താൻ താഴ്ത്തിയെങ്കിലും തനിക്ക് ഉള്ളിലൊരു നല്ല ഉറപ്പുണ്ടായിരുന്നു താൻ ആരാണ് എന്ന്. പിതാവിനോടുള്ള സ്നേഹബന്ധം, ആത്മബന്ധം, തന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധയാത്മാവ്, ഇതെല്ലാത്തിനെക്കുറിച്ച് താൻ ആരാണെന്നൊരു തിരിച്ചറിവ് എല്ലാം യേശുവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും ലീഡേഴ്സ് ഇൻസെക്യൂർ ആകാറുണ്ട്. സെക്യൂരിറ്റി ത്രെട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരല്പം താഴേണ്ട വന്നാൽ, ഒരല്പം ആ വ്യക്തിയെ സേവിക്കേണ്ട വന്നാൽ, സഹായിക്കേണ്ട വന്നാൽ തങ്ങളുടെ പൊസിഷൻ നഷ്ടപ്പെടുമെന്ന് സെക്യൂരിറ്റി ത്രെട്ട് അല്ലെങ്കിൽ സുരക്ഷിതത്വ ബോധമില്ലാത്ത അനേക നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ യേശു ഒരിക്കലും ഇൻസെക്യൂർ ആയില്ല. യേശു നന്നായി അറിഞ്ഞിരുന്നു താൻ ആരാണ്. ഈ ക്ലാസുകൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സെർവന്റ് ലീഡർഷിപ്പിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു തിരിച്ചറിവാണ്. ഞാൻ ആരാണ്? ഞാൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു? ഞാൻ കർത്താവിൻ്റെ ദാസൻ. ഞാൻ കർത്താവിനെ സേവിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ സേവിക്കുവാനുള്ള വ്യക്തിയാണ്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ ദൈവത്തിന് ആരാണ്? ആ ആഴമായ ബന്ധം, അതിലൊരു ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരെ സേവിക്കുന്നതിൽ മടി കാണിക്കുകയോ വിമുഖത കാണിക്കുകയോ ചെയ്യുകയില്ല. നമുക്ക് നമ്മെക്കുറിച്ച്, നാം ആരാണെന്ന് ഒരു ഉറപ്പ്, ബോധ്യം ഉണ്ടാകണം. നാം കർത്താവിനെ സേവിക്കുന്നവരാണ്. നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയെ നാം സഹായിച്ചാൽ, ഒരു വ്യക്തിക്ക് വേണ്ടി നാം ഒരല്പം സഹായം ചെയ്താൽ, ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്താൽ, ഒരിക്കലും നാം നമ്മുടെ ജീവിതത്തിൽ താഴ്ന്നു പോകുകയില്ല. നമ്മെ ദൈവം ഉയർത്തി മാനിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തെക്കുറിച്ചുള്ള, പിതാവിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള നല്ല ഒരു ബോധ്യം യേശുവിന് ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ദാസത്വവേഷം എടുത്തു ശിഷ്യന്മാരുടെ കാൽ കഴുകി നല്ലൊരു മാതൃക കാണിച്ചു തന്നു. ഈ സെർവന്റ് ലീഡർഷിപ്പ് യേശു സ്വീകരിക്കുവാൻ ഉണ്ടായ ഒന്നാമത്തെ കാരണം, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റി. രണ്ടാമത്തെ അതിൻ്റെ കാരണം, അതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ദൈവസ്നേഹം. എന്തുകൊണ്ടാണ് യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകിയത്? ബിക്കോസ് ഹി ലവ്ഡ് ദം. യേശു അവരെ സ്നേഹിച്ചു, അധികമായി സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം: ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അവരെ അധികം സ്നേഹിച്ചു എന്ന് നമുക്കിവിടെ, തൻ്റെ ശിഷ്യന്മാരെ അധികം സ്നേഹിച്ചു എന്ന് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബിക്കോസ് ഹി ലവ്ഡ് ദം. അതുമാത്രമല്ല, ഈ സ്നേഹപ്രവൃത്തിയിലൂടെ, ഈ കാൽ കഴുകുന്നതിലൂടെ എന്താണ് ആത്മീയ നേതൃത്വമെന്ന്, എന്താണ് ലീഡർഷിപ്പ് എന്ന് യേശു ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയായിരുന്നു. അവരോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു അടയാള സൂചകമായിട്ടാണ് യേശു അവരുടെ കാൽ കഴുകിയത്. അതിൽ നാം മനസ്സിലാക്കേണ്ടത്, സെർവന്റ് ലീഡേഴ്സ് അവർ മറ്റുള്ളവരെ സേവിക്കുന്നത്, മറ്റുള്ളവരെ നയിക്കുന്നത് ഒരിക്കലും ഒരു ഡ്യൂട്ടിയായിട്ടല്ല അവർ കാണേണ്ടത്, മറിച്ച് സ്നേഹത്തിൽ നിന്നത്രേ ചെയ്യേണ്ടത്. ഔട്ട് ഓഫ് ജെന്യുവിൻ ലവ്. കാരണം യേശു അങ്ങനെയാണ് നമുക്ക് ആ മാതൃക കാണിച്ചു തന്നത്. നാം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം വീണ്ടും താഴോട്ട് വായിച്ചു വരുമ്പോൾ യേശു കാൽ കഴുകൽ ശുശ്രൂഷയെ നമുക്ക് അവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. 13-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അത്താഴത്തിൽ നിന്ന്
എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗുരുവായിരിക്കുന്ന യേശു അവരുടെ കാൽ കഴുകുവാനായി അവൻ പാത്രത്തിൽ വെള്ളമെടുത്ത് തുവർത്തെടുത്ത് അവൻ തുവർത്ത് അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളം പകർന്ന് അവരുടെ കാൽ കഴുകുകയും തുണി കൊണ്ട് അവരുടെ കാൽ തുവർത്തുവാനും ഇടയായി തീർന്നു. യേശുവിൻ്റെ ഈ പ്രവൃത്തിക്ക് എന്താണ് നിദാനമായത്, കാരണമായത്? അവരോടുള്ള സ്നേഹം. അതൊരു നമുക്കൊരു മാതൃകയാണ്. അനേക ഇടങ്ങളിൽ മറ്റുള്ളവരെ അംഗീകരിക്കാതെ മറ്റുള്ളവരെ വില കുറച്ച് കാണുന്ന അനേക നേതാക്കന്മാർ, തങ്ങൾ തന്നെ തങ്ങൾക്ക് ശ്രേഷ്ഠരായി തോന്നുന്ന അനേക നേതാക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യേശു കാണിച്ച മാതൃക, യേശു അവരുടെ ഗുരുവായിരുന്നിട്ടും അവരെ സ്നേഹിച്ച് അവരുടെ കാൽ കഴുകുവാനിടയായി. ഒരിക്കലും യേശുവിന് അത് ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് ശിഷ്യന്മാരായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ നോക്കുക, യേശു അതിന് ഒരു മാതൃകയായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. എന്താണ് സ്നേഹം? 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ നാം സ്നേഹത്തിൻ്റെ നിർവചനം നമുക്ക് നന്നായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവിടെ നാം വായിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. അപ്പോസ്തലനായ പൗലോസ് കൃപകളേക്കാൾ ഉപരി, പ്രവചനവരത്തേക്കാൾ ഉപരി, ശുശ്രൂഷയേക്കാൾ ഉപരി, വിശ്വാസവരത്തേക്കാൾ ഉപരി ഏറ്റവും പ്രധാനമായി കാണുന്നത് സ്നേഹത്തെയാണ്. അതിൻ്റെ 4-ാം വാക്യം മുതൽ സ്നേഹത്തിൻ്റെ നിർവചനം പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നതുമില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും. ഇവിടെ വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു എന്താണ് സ്നേഹം. ഈ സ്നേഹം, അതിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുറവ് വന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ സ്നേഹം നമ്മിൽ വർദ്ധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ നിറയുമ്പോൾ നാം അറിയാതെ, നാം അറിഞ്ഞുകൊണ്ട് തന്നെ ആ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മിൽ വർദ്ധിച്ചു വരും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ വർദ്ധിച്ചു വരുമ്പോൾ നാം മറ്റുള്ളവരെ സ്നേഹിക്കുവാനിടയാകും. എപ്പോഴെല്ലാം സ്വാർത്ഥ സ്നേഹം നമ്മിൽ ഉടലെടുക്കുമോ വർദ്ധിക്കുമോ നാം നമ്മെ തന്നെ അധികമായി സ്നേഹിക്കാനിടയാകും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അത് സ്വാർത്ഥ സ്നേഹമല്ല, നിസ്വാർത്ഥ സ്നേഹമാണ്. ആ സ്നേഹം നമ്മിൽ വർദ്ധിക്കുമ്പോൾ ആ സ്നേഹം പകരപ്പെടും. ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്കൊരു താല്പര്യമുണ്ടാകും. ഈ വാക്യം, ആ വാക്യത്തിൻ്റെ എല്ലാ വാക്കുകളുടെയും മുമ്പിൽ സ്നേഹം 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 എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ സ്നേഹം എന്ന വാക്ക് മാറ്റിയിട്ട് ക്രിസ്തു എന്നാക്കിയാൽ അത് ഈക്വലാണ്. സ്നേഹത്തിൻ്റെ പര്യായമാണ് യേശു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അതിനെ മാറ്റി ചിന്തിക്കാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു,
അത് മാറ്റി ചിന്തിക്കുമ്പോൾ ക്രിസ്തു ദീർഘമായി ക്ഷമിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് മാറ്റി ചിന്തിക്കുവാൻ കഴിയും. കാരണം യേശു സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ പര്യായമാണ്. അങ്ങനെയാണെങ്കിൽ നാം ദൈവപുത്രന്മാരാണെങ്കിൽ, നാം ആ സ്നേഹത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ, നാം അവൻ്റെ മക്കളാണെങ്കിൽ, നമ്മിൽ ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വാക്യം ഒന്നും വീണ്ടും മാറ്റി എഴുതിയാൽ, പാസ്റ്റർ വിൽസൺ ഈസ് പേഷ്യന്റ്, ഈസ് കൈൻഡ് ആൻഡ് നോട്ട് ജലസ്. നിങ്ങളെ തന്നെ ഒന്ന് ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിചിന്തനം ചെയ്തിട്ട് ആ ലവ്, സ്നേഹം എന്ന പദത്തിൻ്റെ ആ വശത്ത് നിങ്ങളുടെ പേരൊന്ന് എഴുതി വച്ചിട്ട് ഒന്ന് നിങ്ങൾക്കത് പറയുവാൻ കഴിയുമോ? 1-2 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങളിൽ അറിയാതെ ആ സ്നേഹത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. നിങ്ങളുടെ സ്വാർത്ഥത അത് കുറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുവാനിടയാകും. എല്ലായ്പ്പോഴും ആ ഒരു ചിന്താഗതി നിങ്ങളിൽ വർദ്ധിക്കുമ്പോൾ, ഈ വാക്യം നിങ്ങളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ അറിയാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം പകരുവാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, എന്താണ് സെർവിങ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് നാം മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നത്? ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും, എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ സെർവ് ചെയ്യേണ്ടത്? നാം മറ്റുള്ളവരെ സെർവ് ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. സെർവൻഹുഡ് ലീഡർഷിപ്പ് അത് സ്വാർത്ഥരായ സാധാരണക്കാർക്ക്, സാധാരണ വിശ്വാസികൾക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. നിസ്വാർത്ഥ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അത് മറ്റുള്ളവർക്ക് പകരാൻ താല്പര്യപ്പെടുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സെർവ് എന്ന വാക്കിൽ, ഇംഗ്ലീഷിൻ്റെ വാക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ SERVE. ഞാൻ ഓരോ ലെറ്റേഴ്സും എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നു. യെസ്, സീ ആൻഡ് ഷേപ്പ് ദ ഫ്യൂച്ചർ. സീ ആൻഡ് ഷേപ്പ് ദ ഫ്യൂച്ചർ. നമ്മുടെ ദർശനം, ക്രിസ്തു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദർശനം ഉൾക്കൊണ്ടുകൊണ്ട്, ദൈവസഭയ്ക്ക്, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് നാം മറ്റുള്ളവരെ സേവിക്കുന്നവരാണെങ്കിൽ, സ്വാധീനിക്കുന്നവരാണെങ്കിൽ, നശിച്ചു പോകുന്ന ജനത്തെ, അന്ധകാരത്തിലും പാപത്തിലും നശിച്ചു പോകുന്ന ജനത്തെ, അവരുടെ ഭാവിയെ കണ്ടുകൊണ്ട് അവരുടെ ഭാവിയെ മാറ്റാൻ ഒരു താല്പര്യത്തോടെ, സ്നേഹത്തോടെ അവരോട് സംസാരിക്കുമെങ്കിൽ, അവരെ സേവിക്കുമെങ്കിൽ നാം ഒരു സെർവൻ ലീഡേഴ്സായി മാറുകയാണ്. അടുത്തത് എൻഗേജ് ആൻഡ് ഡെവലപ്പ് അതേഴ്സ്. ഒരു സെർവൻ ലീഡർ ഒരിക്കലും തനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന സ്വാർത്ഥ ചിന്താധികാരനല്ല. തന്നെ മാത്രം വളർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. മറിച്ച് മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ഇടപെടുകയും മറ്റുള്ളവരെ ആ പ്രതിസന്ധികളിൽ നിന്ന് മുന്നോട്ട് നയിക്കുകയും അവരെ ക്രിസ്തുവിന് വേണ്ടി വളർത്തിയെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും. റീഇൻവെന്റ് കണ്ടിന്യൂസ്ലി. നാം ഒരു സെർവൻ ലീഡറാണെങ്കിൽ നാം നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നമുക്കിഷ്ടമുള്ളത് മാത്രം പ്രവർത്തിച്ച് പോകാതെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് നമ്മെ അനുരൂപപ്പെടുത്തി, നാൾതോറും നമ്മെ പുതുക്കി, ലോകത്തോട് അനുരൂപമാകാതെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ രൂപാന്തരപ്പെടുത്തി പുതുക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തെ വിചിന്തനം ചെയ്ത്, ഞാൻ സത്യത്തിലാണോ നടക്കുന്നത്, സത്യവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നടക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിൽ വ്യാപരിക്കുന്നുണ്ടോ, അത് ഞാൻ പകരുന്നുണ്ടോ, അത് കൂടെ കൂടെ വിചിന്തനം ചെയ്ത് മുൻപോട്ട് പോകുന്ന വ്യക്തിയായിരിക്കും. അടുത്ത ലെറ്റർ V, വാല്യൂ, റിസൾട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ്. ഞാൻ ഒരു സെർവൻ ലീഡറാണെങ്കിൽ, നിങ്ങൾ ഒരു സെർവൻ ലീഡർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളെപ്പോഴും ചില ഗുണങ്ങളെ, ചില ഫലങ്ങളെ ആഗ്രഹിക്കുന്നവരായിരിക്കും. ചില വാല്യൂസിനെ എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. ജോൺ സി മാക്സ്വെൽ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, വി നീഡ് ടു ബി എ പേഴ്സൺ ആഡിങ് വാല്യൂ ടു അതേഴ്സ്. അത് ചെയ്യാൻ കഴിയണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വചനപ്രകാരമുള്ള വാല്യൂസിനെ, പ്രിൻസിപ്പിൾസിനെ, ഗുണങ്ങളെ, ഫലങ്ങളെ ആഡ് ചെയ്യുവാൻ താല്പര്യപ്പെടണം. ആഡ് വാല്യൂ ടു മൈസെൽഫ്.
add value to my habits, add value to my character, my relationship with others, add value to other people. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, റിലേഷൻഷിപ്പിൽ നാം നല്ല ഗുണങ്ങൾ, ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ പകരുന്നവരായിരിക്കണം. അടുത്തത് E എന്ന ലെറ്റർ, എംബോഡി ദ വാല്യൂസ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. മറ്റുള്ളവർക്ക് ഗുണങ്ങൾ പകരണമെങ്കിൽ നമ്മളിൽ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് ഫലങ്ങൾ പകരണമെങ്കിൽ നമ്മളിൽ ഫലമുണ്ടാകണം. വി നീഡ് ടു എംബോഡി ദ വാല്യൂസ് ഓഫ് ഗോഡ്. ലോകത്തിൻ്റെ വാല്യൂസ് അല്ല, വചനത്തിൻ്റെ, ദൈവത്തിൻ്റെ വാല്യൂസ് നമ്മളിൽ വെളിപ്പെടണം. ഡിസിഷൻസ് മാനേജ് ചെയ്യുന്ന വ്യക്തിയല്ല, ഡിസിഷൻസ് പ്രാക്ടിക്കലായി കണ്ടിന്യൂ ചെയ്യുന്ന, പ്രായോഗിക തലത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുമാത്രമല്ല, തൻ്റെ കൂടെയുള്ളവർക്ക് തൻ്റെ ഹൃദയം, തൻ്റെ ആഗ്രഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം പകരുന്ന വ്യക്തിയായിരിക്കും. മറ്റുള്ളവരെ ഡെവലപ്പ് ചെയ്യുന്ന, മറ്റുള്ളവരെ വളർത്തിയെടുക്കുന്ന സ്വഭാവം, എന്നെപ്പോലെ എൻ്റെ സഹോദരനും മുന്നേറണമെന്ന് ചിന്തിക്കുന്ന, എന്നേക്കാൾ നന്നായി അവർ മുൻപന്തിയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. അതുമാത്രമല്ല, അവർ വളരെ ക്രിയാത്മകമായി ചിന്തിക്കുകയും പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെട്ട് ഓടിപ്പോകാതെ പ്രശ്നങ്ങളെ നേരിടുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും. യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, യേശു ഒരു സെർവൻ ലീഡർഷിപ്പിൻ്റെ ഉദാത്തമായ മാതൃകയായിരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം വരാൻ പോകുന്ന പ്രതിസന്ധികളെ, വരാൻ പോകുന്ന ക്രൂശീകരണത്തെ കണ്ട് ഒരിക്കലും ഒളിച്ചോടിയില്ല, ഭയപ്പെട്ടില്ല, പിന്മാറിയില്ല. ദൈവിക ഉദ്ദേശം ചെയ്യുവാൻ, പിതാവായ ദൈവത്തെ അനുസരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അതുമാത്രമല്ല, ശിഷ്യന്മാർക്ക് ധൈര്യം പകർന്നു. ശിഷ്യന്മാർക്ക് മറ്റുള്ളവരെ സേവിക്കുന്നതിൻ്റെ മാതൃക കാണിച്ചു കൊടുത്തു. ലോകത്തെ സേവിക്കുന്ന, പാപത്തിൽ അന്ധകാരത്തിൽ കിടന്ന ജനത്തെ എങ്ങനെ സേവിക്കാമെന്ന് താൻ തൻ്റെ ശുശ്രൂഷയിലൂടെ താൻ തെളിയിച്ച് വരച്ചു കാട്ടിക്കൊടുത്തു. എന്നോട് തന്നെ എനിക്ക് ചോദിക്കുവാൻ കഴിയണം, നിങ്ങളോട് തന്നെ ചോദിക്കുവാൻ കഴിയണം, ആർ യു വില്ലിംഗ് ടു വാഷ് ദ ഫീറ്റ്? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുവാൻ നമുക്ക് കഴിയും, എന്നാൽ കാൽ കഴുകുക എന്ന് പറയുന്നത് ഒരു വലിയ മഹത്വരമായ ശുശ്രൂഷയാണ്. ഇന്ത്യ മഹാരാജ്യത്ത്, ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ച് കാലെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഏറ്റവും അപ്രധാനമായ ഒരു അവയവമാണ്. കാൽ തൊട്ട് വന്ദിക്കുന്നത് പലയിടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു സബ്മിഷൻ, ഒരു ബഹുമാനം. അതിൻ്റെ അർത്ഥം ഞാൻ മറ്റുള്ളവരുടെ കാൽ തൊട്ട് വന്ദിക്കണം എന്നല്ല. കാൽ കഴുകുക എന്ന് പറഞ്ഞാൽ നാം ആ വ്യക്തിയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടുകയും വ്യക്തിയെ ബഹുമാനിക്കുകയും വ്യക്തിക്ക് വേണ്ടി നമ്മെ തന്നെ താഴ്ത്തുകയും അദ്ദേഹത്തിൻ്റെ സേവനത്തിനു വേണ്ടി നമ്മെ തന്നെ ഒരുക്കുകയും സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പല സഭകളിലും കാൽ കഴുകൽ ശുശ്രൂഷയുണ്ട്. പലരും ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ പല സഭകളിലും ചെയ്യുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ വരുമ്പോൾ പലരും അത് മടിക്കുകയും പുറകോട്ട് മാറുകയും ചെയ്യുന്നു. ചിലരാണെങ്കിൽ കാൽ കഴുകുന്നത് അവരുടെ ഇഷ്ടമുള്ളവരെ, അവരുടെ പ്രിയപ്പെട്ടവരെ മാത്രം നോക്കി തിരഞ്ഞെടുത്ത് കാൽ കഴുകാറുണ്ട്. എന്നാൽ യേശുവിനെ ഒന്ന് നോക്കുക. യേശു തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ കാൽ കഴുകി, തന്നെ ഒറ്റിക്കൊടുക്കാൻ നിന്ന ശിഷ്യൻ്റെ കാൽ കഴുകി. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടും, ക്രിസ്തുവിൻ്റെ സ്നേഹം അവിടെ വെളിപ്പെടും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ 8-ാം വാക്യം വരെ നമുക്ക് കെനോട്ടിക് ലീഡർഷിപ്പ്
നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. യേശുവിൻ്റെ സെർവൻ്റ് ലീഡർഷിപ്പിനെ അവിടെ കാണുവാൻ കഴിയുന്നു. അത് 4 കാര്യങ്ങളായിട്ട്, കെനോട്ടിക് ലീഡർഷിപ്പ് 4 കാര്യങ്ങളായിട്ട് ഞാനതിനെ തരംതിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. കെനോട്ടിക് ലീഡർഷിപ്പ് എന്നാൽ അതൊരു എഫക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ മാതൃകയാണ്. ആ കെനോട്ടിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് മൈൻഡ്സ്, ക്രാഡ്ലിംഗ് ഹാർട്ട്സ്, എക്വിപ്പിംഗ് ഹാൻഡ്സ്, മാസ്റ്ററിംഗ് ഹാബിറ്റ്സ്. എങ്ങനെയാണ് ഒരു വ്യക്തിയെ, സമൂഹത്തെ, സഭയെ, ദൈവരാജ്യത്തെ നമുക്ക് സേവിക്കുവാൻ കഴിയുന്നത്? ആ സേവനത്തിൽ, ആ സെർവൻ്റ് ലീഡർഷിപ്പിൽ നമ്മുടെ ഹെഡ്, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ഹൃദയം, നമ്മുടെ കരങ്ങൾ, നമ്മുടെ ഹാബിറ്റുകൾ, നമ്മുടെ സ്വഭാവങ്ങൾ എല്ലാം സമർപ്പിക്കുന്നതാണ് യഥാർത്ഥമായ കെനോട്ടിക് ലീഡർഷിപ്പ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ സെർവൻ്റ് ലീഡർഷിപ്പ് എന്ന വിഷയത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹൃദയം നമ്മുടെ ക്യാരക്ടറിനെ കാണിക്കുന്നു, നമ്മുടെ ഇൻറ്റൻഷനെ കാണിക്കുന്നു, നമ്മുടെ ഉദ്ദേശങ്ങളെ കാണിക്കുന്നു. ഹെഡ് നമ്മുടെ ചിന്താഗതികളെ കാണിക്കുന്നു. ഹാൻഡ് നമ്മുടെ കഴിവുകളെ കാണിക്കുന്നു, നമ്മുടെ കഴിവുകളെയും താലന്തുകളെയും കാണിക്കുന്നു. ഹാബിറ്റ്സ് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ഡിസിപ്ലിനെ, നമ്മുടെ ജീവിതചര്യകളെ അത് കാണിക്കുന്നു. ഞാൻ വേഗത്തിൽ ആ 4 കാര്യങ്ങളും ഒന്ന് വേഗത്തിൽ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നാം മറ്റുള്ളവരെ സേവിക്കണമെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ ക്രിസ്തുവിൻ്റെ ചിന്താഗതികളായി മാറണം. നാം മറ്റുള്ളവരെ സേവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ പോലെ, ഹൃദയ മനോഭാവത്തെ പോലെ ആയിരിക്കണം. നമ്മുടെ കരങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും കരുതുവാനും സഹായിപ്പാനും കഴിയുന്ന കരങ്ങളാകണം. നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ സ്വഭാവം അത് സ്വാർത്ഥമല്ല, നിസ്വാർത്ഥമായി മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന സ്വഭാവമായി, ഫലം കൊടുക്കുന്ന സ്വഭാവമായി മാറ്റപ്പെടണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ കെനോട്ടിക് ലീഡർഷിപ്പ് എന്ന വിഷയം നാം വളരെ ആഴമായി പഠിക്കുമ്പോൾ യേശു കാണിച്ചു തന്ന മാതൃക അത് എത്രയോ ഉദാത്തമായ മാതൃകയാണ്. ദൈവിക സ്വരൂപത്തിലിരിക്കെ അവൻ സ്വർഗമഹിമകളെ വെടിഞ്ഞ്, തേജസ് വെടിഞ്ഞ്, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. ഇറ്റ്സ് എ കംപ്ലീറ്റ് സബ്മിഷൻ, കംപ്ലീറ്റ് സാക്രിഫൈസ്, കംപ്ലീറ്റ് ഒബീഡിയൻസ്, കംപ്ലീറ്റ് സെർവിങ്. യേശു ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. നാം ഈ സെർവൻ്റ് ലീഡർഷിപ്പ് ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ദൈവഹിതമാണ് അനുസരിക്കുന്നത്, ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് അനുസരിക്കുന്നത്. യാഗങ്ങളെക്കാൾ, മേധസ്സുള്ള മുട്ടാടുകളെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നത് നല്ലതെന്ന്, അത് നല്ല യാഗമെന്ന് വചനത്തിൽ കാണുവാൻ കഴിയുന്നു. മറ്റുള്ളവരെ നാം സേവിക്കുമ്പോൾ നാം ദൈവത്തെ, അവൻ്റെ ഉദ്ദേശത്തെ അനുസരിക്കുകയാണ്. യേശു കർത്താവ് അവസാനത്തോളം, മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ പിതാവിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് പിതാവായ ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ്
എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. നാം സമർപ്പിക്കുമ്പോൾ നാം ദൈവത്തെ അനുസരിക്കുകയാണ്. നാം സെർവന്റ് ലീഡർഷിപ്പിനായി സമർപ്പിക്കുമ്പോൾ നാം ദൈവത്തെ അനുസരിക്കുന്നത് മാത്രമല്ല, പിതാവിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുകയാണ്. ഇന്ന് പലരും സെർവന്റ് ലീഡർഷിപ്പ് അതിന് താല്പര്യമില്ലാതെ അവരുടെ അധികാരത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുവാൻ, മറ്റുള്ളവരോട് കമാൻഡ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. അതാണ് ലീഡർഷിപ്പ് എന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ നമുക്ക് ദൈവിക അധികാരം ലഭിക്കണമെങ്കിൽ, നാം ഉയർത്തപ്പെടണമെങ്കിൽ, നാം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ താഴ്ത്തണം. നാം മറ്റുള്ളവരുടെ മുമ്പിൽ സേവിക്കുവാൻ, മറ്റുള്ളവരെ സേവിക്കുവാൻ, അവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, നമ്മെ തന്നെ, നമ്മുടെ ആ പദവികളെയും അധികാരങ്ങളെയും നമ്മുടെ ഈഗോയെയും ഒക്കെ വെടിഞ്ഞ് നാം അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, സഹായിക്കുമ്പോൾ, സേവിക്കുമ്പോൾ പിതാവിൻ്റെ മഹത്വം വെളിപ്പെടുന്നതുകൊണ്ട് അവൻ, പിതാവായ ദൈവം, നമ്മെ അധികം മാനിപ്പാനിടയാകും. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സകലരുടെയും മുഴങ്കാൽ മടങ്ങും. നമ്മളുടെ അധികാരം അത് നാം സ്വയമായി ഏറ്റെടുക്കുന്ന അധികാരമല്ല, അത് നാം തനിയെ ഉണ്ടാക്കുന്ന അധികാരമല്ല. ഒരു നല്ല ലീഡറാകണമെങ്കിൽ നമ്മുടെ പദവിയുടെ അധികാരമല്ല നമുക്ക് വേണ്ടത്, സ്വർഗത്തിലെ അധികാരം, ദൈവത്തിൻ്റെ അധികാരം. ആ അധികാരം പ്രാപിക്കാൻ ഈ ദിവസങ്ങളിൽ ഒരു ദാസനെ പോലെ, ഒരു ദാസത്വ മനോഭാവത്തോടെ, ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ അനേകരെ നയിക്കുവാൻ ഒരു സെർവന്റ് ലീഡർഷിപ്പിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ഉന്നത ഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. നാം ഒരു സെർവന്റ് ലീഡറാകുമ്പോൾ നാം മറ്റുള്ളവരിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ലെഗസി, പൈതൃകം, ആത്മീയ പൈതൃകം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നാം നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ജീവിതം ഇവിടെ ഈ ഭൂലോകത്തിൽ അവസാനിപ്പിച്ച് കടന്നുപോയാലും അവരിൽ ഇൻവെസ്റ്റ് ചെയ്തത് എന്നും നിലനിൽക്കുവാനിടയാകും. അവരിൽ അത് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയാകും. നമുക്കൊരിക്കലും മറ്റുള്ളവരെ ധനത്താലോ പണത്താലോ സഹായിക്കുവാൻ കഴിയുന്നതിന് ഒരു പരിമിതിയുണ്ട്. എന്നാൽ നാം മറ്റുള്ളവരെ സേവിക്കുമ്പോൾ നാം അവരിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. നമ്മുടെ ലെഗസി നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതുമാത്രമല്ല, സെർവന്റ് ലീഡേഴ്സ് ദേ ഷോ എ പേർപ്പസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എവറി ലീഡർ ഇൻഫ്ലുവൻസസ് അതേഴ്സ്. എല്ലാ ലീഡേഴ്സും തങ്ങളുടെ ഫോളോവേഴ്സിനെ, മറ്റുള്ളവരെ സ്വാധീനിക്കുന്നവരാണ്. എന്നാൽ ബിബ്ലിക്കൽ സെർവന്റ് ലീഡേഴ്സ് അവർ ദൈവത്തോടുകൂടെ, ദൈവത്തിനായിട്ട് മനുഷ്യരെ സ്വാധീനിക്കുന്നതാണ്. ബിബ്ലിക്കൽ സെർവന്റ് ലീഡേഴ്സ് സെർവ് ആൻഡ് പ്ലീസ് ഗോഡ്. നാം ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുവാൻ അതിലൂടെ കഴിയും. സെർവന്റ് ലീഡർഷിപ്പിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് ദൈവത്തെ സേവിക്കുകയും മറ്റുള്ളവരെ സേവിക്കുകയും ചെയ്യുന്നതാണ്. ആ മോട്ടിവേഷൻ എപ്പോൾ നഷ്ടപ്പെടുമോ അപ്പോൾ ആ സെർവന്റ് ലീഡർഷിപ്പ് അത് നിശ്ചലമാകുവാൻ ഇടയായിത്തീരും. ഒരു സെർവന്റ് ലീഡർ എപ്പോഴും എന്നിൽ കൂടെ മറ്റുള്ളവർ എങ്ങനെ ബെനഫിറ്റ്, മറ്റുള്ളവർ എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം, മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനമുണ്ടാകണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അതാണ് നിസ്വാർത്ഥമായ സേവനം. അതുമാത്രമല്ല, സെർവന്റ് ലീഡർ അവർക്ക് ഒരു ഫോക്കസ് ഉണ്ട്. എന്താണ് ആ ഫോക്കസ്? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിച്ചതുപോലെ ആ ഫോക്കസ് എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് സ്നേഹം പകരുക, മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ അഭിനന്ദിക്കുക, അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങൽ കൊടുക്കുക, അവരെ ഡെവലപ്പ് ചെയ്യുക. സെർവന്റ് ലീഡേഴ്സ് അവർക്കൊരു ഇൻസ്പിറേഷനുണ്ട്. എന്താണ് ആ ഇൻസ്പിറേഷൻ? അവർക്കറിയാം അവരുടെ ആക്ഷൻ, അവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ
സ്വാധീനിക്കുന്നുണ്ട്. ചിലർ, ലോകത്തിലുള്ളവർ മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് തെറ്റായ രീതിയിൽ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വാധീനിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ നാം മറ്റുള്ളവരെ കർത്താവിന് വേണ്ടി സ്വാധീനിക്കാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവരെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് നടത്തുന്ന ആ ഒരു ഉദ്ദേശത്തിനു വേണ്ടി നമുക്ക് അവരെ സ്വാധീനിക്കാം. നാം അങ്ങനെ ചെയ്യുമ്പോൾ അത് കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി തീരും. എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുവാൻ കഴിയുന്നത്? വെൻ വി ഇൻസ്പയർ അതേഴ്സ്, ഇവൻച്വലി വി ഇൻസ്പയർ അവേഴ്സെൽഫ്. നാം മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ, ഇൻസ്പയർ ചെയ്യുമ്പോൾ നമ്മളെയാണ് നാം ഇൻസ്പയർ ചെയ്യുന്നത്. നമ്മുടെ സിംപ്ലിസിറ്റിയിലൂടെ, നമ്മുടെ ദാസത്വ മനോഭാവത്തിലൂടെ, താഴ്മയിലൂടെ, നമ്മുടെ കമ്പാഷൻ, നമ്മുടെ കെയറിലൂടെ, മറ്റുള്ളവരെ കരുതുന്നതിലൂടെ നമുക്ക് അവരെ സെർവ് ചെയ്യുവാൻ, അവരെ സ്വാധീനിക്കുവാൻ കഴിയും. അതുമാത്രമല്ല, സെർവൻ്റ് ലീഡേഴ്സിന് ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. എന്താണ് ആ അധികാരം? സ്വാധീനിക്കുവാൻ, മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ ഉള്ള അധികാരം. ആ അധികാരം ശരിയായ രീതിയിൽ നാം വിനിയോഗിക്കുമ്പോൾ നാം ശരിയായ രീതിയിൽ അവരെ സ്വാധീനിക്കും. കർത്താവിന് വേണ്ടി അവരെ വാർത്തെടുക്കുവാൻ കഴിയും. ഈ അധികാരം അത് ദൈവം തന്ന അധികാരമാണ്, ദൈവം തരുന്ന അധികാരമാണ്. ഈ ദിവസങ്ങളിൽ ദാസത്വ മനോഭാവം നാം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ പോലെ ആ കർത്താവിൻ്റെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അനേകരെ സ്വാധീനിക്കാം, അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കാം, ക്രിസ്തുവിൻ്റെ സ്നേഹം പകരാം. സെർവൻ്റ് ലീഡർഷിപ്പ് എന്ന ഈ ടോപ്പിക്ക് ഞാനിവിടെ നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇത് നിങ്ങളെ സ്വാധീനിച്ചെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ, ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചാട്ടെ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഞങ്ങളെ എഴുതി അറിയിക്കാം. ബിബ്ലിക്കൽ ലീഡർഷിപ്പിൻ്റെ ട്രയാങ്കിൾ ലീഡർഷിപ്പ്, ത്രികോണ തലത്തിലുള്ള, ത്രികോണ സമാന രീതിയിലുള്ള ബിബ്ലിക്കൽ ലീഡർഷിപ്പിൻ്റെ മോഡലിനെ പറ്റി നാം പഠിച്ചു. അതിൻ്റെ ഒന്നാമത്തെ വർഷം സ്പിരിച്വൽ ലീഡർഷിപ്പ്, രണ്ടാമത്തെ വർഷം സെർവൻ്റ് ലീഡർഷിപ്പ് ഇന്ന് നമ്മൾ പഠിക്കുവാനിടയായി. അടുത്തത് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പാണ്. അടുത്ത ക്ലാസ്സിൽ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം, ശ്രവിക്കാം. ഇത് മറ്റുള്ളവർക്ക് ഈ മെസ്സേജ്, ഈ ക്ലാസ് അനേകർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ കഴിയും. അങ്ങനെ മറ്റുള്ളവരെ നിങ്ങൾക്ക് അനുഗ്രഹിക്കുവാൻ കഴിയും. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.